റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പൂവാറിൽ മദ്യത്തിന് പകരമുള്ള അരിഷ്ടക്കച്ചവടത്തിൽ പ്രതികരിച്ച് മെഡിഗാർഡ് ഫാർമസ്യൂട്ടിക്കൽസിലെ ഡോക്ടർ ഫാറൂഖ്. ആയുർവേദ മരുന്നുകളുടെ കച്ചവടത്തിന്റെ മറയിൽ നിൽപ്പനടിക്കുന്ന വിവരം അറിഞ്ഞിരുന്നില്ലെന്ന് ഡോക്ടർ ഫാറൂഖ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. മാസത്തിൽ 2 തവണ പോയി രോഗികളെ പരിശോധിച്ചാണ് മരുന്നുകൾ നൽകിയിരുന്നത്. കേസിൽ പ്രതിയായതറിഞ്ഞത് റിപ്പോർട്ടർ വാർത്തയിലൂടെയാണ്. എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ചിരുന്നില്ലെന്നും ഡോക്ടർ ഫാറൂഖ് വ്യക്തമാക്കി. കേൾക്കാം. പൂവാറിൽ മെഡിഗാർഡ് ഫാർമാസ്യൂട്ടിക്കൽ നടത്തിവരുന്ന അരിഷ്ട കച്ചവടത്തിൽ കേസിൽ നെയ്യാറ്റിൻകര എക്സൈസ് വകുപ്പ് 2ാം പ്രതി ചേർത്തത് ഡോക്ടർ ഫാറൂഖിനെയാണ്. ഫാറൂഖ് നമുക്കൊപ്പം ഉണ്ട്. ഡോക്ടറെ, ഈ വിഷയത്തിൽ അന്ന് ആ ദിവസം റെയ്ഡ് നടക്കുന്ന ദിവസം ഡോക്ടറിനെ നെയ്യാറ്റിൻകര എക്സൈസ് വകുപ്പിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നു? നെയ്യാറ്റിൻകരയുമായി ബന്ധപ്പെട്ട് എന്നെ ഇതുവരെ എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ആരും വിളിച്ചിരുന്നില്ല. 23 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നുള്ളതാണ് സ്ഥാപനത്തിൻ്റെ സ്റ്റാഫായിട്ടുള്ള അനിൽകുമാർ എന്ന് നമ്മളോട് പറഞ്ഞത്. ഈ സ്ഥാപനത്തിൽ ഡോക്ടർ എത്ര വർഷമായി സേവനം അനുഷ്ഠിക്കുന്നു? ഞാനിപ്പോൾ ഒരു വർഷത്തിനകത്ത് അവിടെ ഒരാൾ മരണപ്പെട്ടു. ഇരുന്നൊരു ഡോക്ടർ മരണപ്പെട്ടതിന് ശേഷം ആ ഒഴിവ് നികത്താൻ വേണ്ടി ഒരു വർഷത്തിനകത്തുള്ള ഒരു സർവീസ് എനിക്കുള്ളൂ. അത് നടത്തുന്നത് ഡോക്ടർ അജിത് കുമാർ. ആയുർവേദത്തിൻ്റെ ചികിത്സകരാണ്. അയാൾ ക്വാളിഫൈഡ് ഹാൻഡാണ്. അവർ വളരെ കാലം ഈ 10, 25, 23 വർഷങ്ങളായി അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിൽ പേരുദോഷം വരത്തക്ക നിലയിൽ ഒരു പേര് നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ല. അവിടെ ഡോക്ടർ അവിടെ മാസത്തിൽ എത്ര തവണയാണ് ഈ രോഗികളെ നോക്കാനായിട്ട് പോകുന്നത്? അല്ല, ആഴ്ചയിൽ ഒരു ദിവസവും നിങ്ങൾ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയിലാണ് എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ ഹജ്ജിന് പോയി. ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോൾ തന്നെ എന്നെ ഒഴിവാക്കാൻ പറയണം. എനിക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ ആരെങ്കിലും കിട്ടുന്നവരെ ഒന്ന് സഹായിക്കണം എന്നുള്ള നിലയിൽ നമ്മൾ പോകുന്നതാണ്. ആ മാസത്തിൽ 2 ദിവസം പോകും, ഡെയിലി വേസ് എന്നുള്ള നിലയിൽ. ഒരു പരമാവധി വന്നാൽ ഒരു 10 മണിക്ക് പോയാൽ ഒരു മണി വരെ അവിടെ ഇരിക്കും. വരുന്ന പേഷ്യൻ്റ് നോക്കുക. അത് മാസത്തിൽ 2 ദിവസം ഡെയിലി വേസ് എന്നുള്ളതാണ്. അല്ലാതെ ആ സ്ഥാപനവുമായി എനിക്ക് യാതൊരു ബന്ധമില്ല. നിങ്ങൾ പറഞ്ഞ ആ അറിവല്ലാതെ എന്നെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചില്ല. മനസ്സിലായില്ല. ആദ്യം പറയുകയോ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സ്ഥാപനം നടത്തി വരുന്നത് അജിത് കുമാർ എന്ന് പറയുന്ന ഡോക്ടറിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.